വന്നിരിക്കുക. ആ ചെറുക്കന് എന്തോ അബദ്ധം പറ്റിയതാണെന്ന് തോന്നുന്നു. 7 മാസം കഴിഞ്ഞേ ഉള്ളൂ. അതിനു മുമ്പേ തന്നെ ഡെലിവറി ഒക്കെ കഴിഞ്ഞു. പിന്നെ ഇതിന് പറയുന്നുണ്ട്, കല്യാണത്തിന് മുമ്പേ അമ്മ പറയുന്നുണ്ട് കൊച്ചിന് ഏജ് ആയില്ലായിരുന്നു, അത് കഴിഞ്ഞിട്ടാണ് കല്യാണം കഴിപ്പിച്ചതെന്നൊക്കെ. അപ്പൊ അതിലെന്തെങ്കിലും എന്താ നിങ്ങൾക്ക് പറയാനുള്ളത്? അനാമിക വിഷ്ണു റിലേറ്റ് ചെയ്തിട്ട് ഞാൻ ഓൾറെഡി എൻ്റെ ചാനലിൽ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നു. അപ്പം എനിക്ക് തോന്നുന്നു അവരുടെ വീഡിയോൻ്റെ താഴെ വന്ന കുറേ നെഗറ്റീവ് കമൻസും കാര്യങ്ങളും ഒക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ റീസെൻ്റ്ലി ഒരു വലിയൊരു കോൺട്രവേഴ്സി ഈ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് പോകുന്നുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ, ഈ കോൺട്രവേഴ്സി അല്ലെങ്കിൽ ഈ ഒരു വിഷയത്തെ പറ്റി എന്നോട് സംസാരിച്ച ആ സെക്കൻഡ് തന്നെ ഞാൻ എൻ്റെ ഫ്രണ്ടിനോട് പറഞ്ഞിരുന്നു, ഇത് ഭയങ്കര എന്താ പറയുക, ഒരു ഡേഞ്ചറസ് ആയ ടോപ്പിക്കാണ്. കാരണം ഒരു കുട്ടീനെ എത്രത്തോളം മോശമായ രീതിയിൽ കാണിക്കാൻ പറ്റുമോ ആ രീതിയിൽ കൺവേ ചെയ്യുന്ന രീതിയിലുള്ള ഒരു വിഷയം, ഒരു ടോപ്പിക്കാണ് ഇത്. അപ്പം തന്നെ ഞാൻ പറഞ്ഞിരുന്നു, നമുക്ക് എത്രത്തോളം ഇതിനൊരു ക്ലാരിറ്റി ഉണ്ട് അല്ലെങ്കിൽ ഷുവറിറ്റി ഉണ്ട് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ ഇതിൽ അവർ പറഞ്ഞ കാര്യവും ആ പെർട്ടിക്കുലർ ലേഡി പറഞ്ഞ കാര്യവും ആൻഡ് ഇവർ പറഞ്ഞ കാര്യവും എനിക്ക് ജനങ്ങളിലോട്ട് എത്തിക്കണം എന്നുള്ളത് കൊണ്ട് മാത്രമാണ്. കാരണം നമ്മൾ ഏത് വിഷയവും സംസാരിക്കുമ്പോഴും അല്ലെങ്കിൽ പറയുന്നതിനും അതിനൊരു തീരുമാനം എടുക്കുന്നതിന് മുമ്പും രണ്ട് സൈഡത്തെ ഒപ്പീനിയനും കേൾക്കണം എന്നൊരു പെർസ്പെക്റ്റീവ് ഉണ്ടല്ലോ. അപ്പം അത് വെച്ച് നോക്കുന്ന സമയത്ത് നമുക്കൊന്ന് രണ്ട് സൈഡും കേട്ടു നോക്കാം, എന്നിട്ട് ഫൈനലി നമുക്ക് തന്നെ നോക്കാം. ഷീ ടോക്സ് എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനലിൽ വലിയൊരു അലിഗേഷനാണ് പറഞ്ഞിട്ടുള്ളത്. അതിൽ പറഞ്ഞ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ അനാമിക വിഷ്ണു എന്ന് പറയുന്ന ഒരു കപ്പിൾസിന് ഇപ്പോൾ റീസെൻ്റ്ലി ഒരു വാവ ഉണ്ടായിട്ടുണ്ട്. 7 മാസം കഴിഞ്ഞപ്പോഴാണ് ഈ വാവ ഉണ്ടായതെന്നും പൊതുവേ ഒരു കുട്ടിയുടെ ജസ്റ്റേഷൻ പീരീഡ് എന്ന് പറയുന്നത് 9 മന്ത് ആണെന്നും ഇനി 9 മന്തിന് മുമ്പ് ഇത്ര ഹെൽത്തി ആയിട്ടുള്ളൊരു ബേബി അവർക്ക് ഉണ്ടായെങ്കിൽ അതിൻ്റെ ഒരു റീസൺ അനാമിക അനാഥാലയത്തിൽ നിന്ന സമയം തന്നെ എന്തൊക്കെയോ രീതിയിലുള്ള കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നും അത് മറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഈ വിവാഹം എന്നൊക്കെ രീതിയിൽ കൺവേ ചെയ്യുന്നുണ്ട്. നമുക്ക് ആദ്യം ഷീ ടോക്സിൽ ആ കുട്ടി പറഞ്ഞ കാര്യങ്ങളിലൊന്ന് നോക്കാം. നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ വീണെടുത്ത് കിടന്ന് ഉരുളുന്നത്? കാര്യങ്ങളൊക്കെ ബോധവും ബുദ്ധിയുള്ളവർക്ക് മനസ്സിലാകും. കല്യാണം കഴിഞ്ഞിട്ട് ഈ ജൂൺ ലാസ്റ്റ് വന്ന 8 മാസം ആവുകയുള്ളൂ. കല്യാണം കഴിഞ്ഞ് അന്ന് രാത്രി തന്നെ പ്രഗ്നന്റ് ആയിട്ടുണ്ടെങ്കിൽ പോലും ജൂലൈ അവസാനമാകുമ്പോൾ മാത്രമാണ് നിങ്ങൾക്ക് 9 മാസം പൂർത്തിയാകുന്നത്. ജൂൺ ലാസ്റ്റ് ആകുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് 8 മാസം മാത്രമേ പൂർത്തിയാവുകയുള്ളൂ. ഈ ഉദയാന്റി പറഞ്ഞത് 10-25 ദിവസം കൂടി ഉണ്ട് ഇനിയും യഥാർത്ഥ ഡ്യൂ ഡേറ്റിന്. എന്നാൽ പോലും ജൂൺ ലാസ്റ്റ് 8 മാസമല്ലേ കംപ്ലീറ്റ് ആവുള്ളൂ. ഏത് ഗൈനക്കോളജിസ്റ്റ് ആണ് നിങ്ങൾക്ക് 8-ാം മാസത്തിൽ ഡ്യൂ ഡേറ്റ് തരുന്നത്? നോർമലി ഒരു മനുഷ്യ കുഞ്ഞിന്റെ ജസ്റ്റേഷണൽ ഏജ് അല്ലെങ്കിൽ ഗർഭകാലം എന്ന് അറിയപ്പെടുന്നത് 9 മാസമാണ്, അല്ലാതെ 8 മാസമല്ല. 9 മാസം തന്നെയാണ്. പക്ഷെ നിങ്ങൾ പറഞ്ഞ ഇനിയും 10-25 ദിവസം ഉണ്ട് എന്ന ആ ഒരു കണക്ക് പ്രകാരം 8 മാസേ ആവുന്നുള്ളൂ. ശരിക്കും പ്രസവം നടന്നിരിക്കുന്നത് 7.5 മാസത്തിലാണ് നിങ്ങളുടെ കണക്ക് പ്രകാരം. തുറന്നു പറയുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നത് ഈ പെൺകുട്ടി കല്യാണത്തിന് മുന്നേ പ്രഗ്നന്റ് ആയിരുന്നിരിക്കാം. മേ ബി ഈ വിഷ്ണുവിന് വല്ല അബദ്ധവും പറ്റി. കാണാൻ നല്ല സുന്ദരി കുട്ടിയാണ് അനാമിക, അത് നമ്മൾ സമ്മതിച്ചു കൊടുത്തേ പറ്റുള്ളൂ. ഇന്നത്തെ കാലത്ത് പെണ്ണ് കിട്ടാനുള്ള പാടൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ. മേ ബി ഇവർ തമ്മിൽ വല്ല റിലേഷനും ഉണ്ടായിരുന്നിരിക്കാം. അബദ്ധത്തിൽ എങ്ങാനും പ്രഗ്നന്റ് ആയി പോയിരുന്നിരിക്കാം. പുള്ളിക്കാരൻ 2 മാസത്തെ വെക്കേഷൻ എങ്ങാനും എനിക്ക് തോന്നുന്നു സെപ്റ്റംബറിലോ ഓഗസ്റ്റ് ലാസ്റ്റിൽ എങ്ങാനും വന്നു. ഫസ്റ്റ് ഓഫ് ഓൾ, എന്ത് ലഘുവായിട്ടാണ് ഈ പെൺകുട്ടി ഇത്രയും വലിയ ഒരു അലിഗേഷൻ ചെയ്തേ എന്ന് ഞാൻ ആലോചിക്കുന്നത്. സത്യസന്ധമായി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ പുറത്ത് ഇങ്ങനെ ഒരു സ്റ്റോറി ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും എന്തൊക്കെയാണെങ്കിലും ഇങ്ങനെ ഒരു അലിഗേഷൻ പറയാൻ തോന്നിയല്ലോ എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. അതായത് പെൺകുട്ടീനെ കാണാൻ കുറച്ച് ഭംഗിയുണ്ട്, ആൺകുട്ടികൾക്കാണെങ്കിൽ ഇപ്പോൾ ചെക്കന്മാരെ കിട്ടാത്തൊരു ടൈമാണ്. അപ്പോൾ അവർ വല്ല രീതിയിൽ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടാവും, അത് മറയ്ക്കാൻ വേണ്ടി കല്യാണം കഴിച്ചതായിരിക്കും. ഞാൻ പറയും, ആൾക്കാരുടെ ഒക്കെ ഒരു കണ്ടുപിടുത്തം പോകുന്നൊരു ലെവലേ. അപ്പം ഇനിയിപ്പം 7 മാസമാണെങ്കിലും 8 മാസമാണെങ്കിലും ഇനി നിങ്ങൾ പറഞ്ഞതുപോലെ 9 മാസമാണെങ്കിലും ഒരു കുട്ടി, ഒരു ഹെൽത്തി ബേബിനെ കിട്ടുക എന്ന് പറയുന്നത് എൻ്റെ ഒരു വിശ്വാസപ്രകാരം ബൈ ദി ഗ്രേസ് ഓഫ് ഗോഡാണ്. ചിലപ്പോൾ 9 മാസം കഴിഞ്ഞിട്ട് ഫിസിക്കലി മെൻ്റലി റിട്ടാർഡഡ് ആയിട്ടുള്ള കുട്ടികളെ കിട്ടിയ എത്ര കേസസ് ഉണ്ട്. എന്നാൽ നേരത്തെ പ്രസവിച്ചിട്ട് ഹെൽത്തി ആയിട്ടുള്ള ബേബീനെ കിട്ടിയിട്ടുള്ള കേസസും ഉണ്ട്. അപ്പോൾ നമുക്ക് ഒരു കാര്യത്തെയും ജനറലൈസ് ചെയ്യാൻ പറ്റില്ല. ചിലപ്പം ഈ ഒരു 8 മാസം കഴിഞ്ഞതിന് ശേഷം അവർക്ക് ചിലപ്പോൾ ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ബേബി കിട്ടി, അല്ലെങ്കിൽ 7 മാസം കഴിഞ്ഞപ്പോൾ ഹെൽത്തി ആയിട്ടുള്ള ഒരു ബേബീനെ കിട്ടി, ചിലപ്പോൾ വലിയ കോംപ്ലിക്കേഷനൊക്കെ ഇല്ലാത്തത് കൊണ്ട് ഡിസ്ചാർജ് ആക്കിയതാണെങ്കിലോ, നമുക്ക് അങ്ങനെയും പറയാൻ പറ്റില്ലല്ലോ. അപ്പം ഇതിനെപ്പറ്റി ഒരു 100% ക്ലാരിറ്റി ഇല്ലാണ്ട് ഒരു പെൺകുട്ടീനെ പറ്റി ഇമാതിരി രീതിയിൽ മോശം ഡയലോഗ് പറയുന്നത് എനിക്ക് ഒരിക്കലും ശരിയായ രീതിയിൽ എനിക്ക് പേഴ്സണലി തോന്നിയിട്ടില്ല. ആൻഡ് ഇന്നത്തെ കാലത്ത് ഈ ആണുങ്ങൾ ഈ കല്യാണം കഴിക്കാൻ വേണ്ടി ഇങ്ങനെ മുട്ടി നിൽക്കുകയല്ല. ജിതേഷേ ഇങ്ങോട്ട് വരുമോ?
എടാ ഞാനിപ്പോ റിയാക്ട് ചെയ്യുന്ന ഒരു വീഡിയോയിൽ ഒരു ലേഡി പറയുന്നുണ്ട് ആണുങ്ങൾക്കാണെങ്കിൽ ഇന്നത്തെ കാലത്ത് പെണ്ണുങ്ങളെ കിട്ടാനില്ലല്ലോ എന്ന്. അതുകൊണ്ട് അനാഥാലയത്തിലുള്ള ഒരു കുട്ടിയായിട്ട് പോയിന്ന്. നിനക്ക് ഒരാണെന്ന നിലയിൽ നിന്റെ വർത്താനം എന്താണ്? നിങ്ങൾ കല്യാണം കഴിക്കാൻ പെണ്ണുങ്ങളെ കിട്ടാത്തത് കൊണ്ട് മുട്ടി നിൽക്കുകയാണോ? നമ്മളെന്താ മുട്ടി നിൽക്കുകയാണോ? ഇഷ്ടംപോലെ പെൺപിള്ളേർ കിട്ടാനും ഉണ്ട്. കിട്ടിയിട്ടില്ലെങ്കിൽ സന്തോഷം, അത്രയേ ഉള്ളൂ. നമ്മുടെ ജീവിതം നമുക്ക് ജീവിക്കാൻ അറിയാം. അല്ലാതെ എവിടെയെങ്കിലും പോയിട്ട് എന്തെങ്കിലും പരിപാടിക്ക് വേണ്ട ഒരു ആവശ്യമില്ല. അത്രക്ക് മുട്ടി നിൽക്കുന്നതല്ല. എനിക്ക് സത്യസന്ധമായി പറഞ്ഞാൽ എനിക്ക് തീരെ പറഞ്ഞത് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. കാരണം ഒരു പെണ്ണിനെ പറ്റി പറയാൻ പറ്റുന്ന രീതിയിൽ വളരെ മോശമായ രീതിയിൽ പോർട്രേറ്റ് ചെയ്തു. എന്തിൻ്റെയൊക്കെ പുറത്താണെങ്കിലും ഐ ഡോണ്ട് തിങ്ക് ദിസ് ഈസ് ഗുഡ്. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ചോദിച്ചൊന്നുമില്ല. നമുക്ക് ബാക്കിയിലോട്ട് പോവാം. ഏതോ ഇന്റർവ്യൂവിൽ വിഷ്ണു പറഞ്ഞിട്ടുള്ളത് ആ സമയത്ത് എന്തെങ്കിലും അബദ്ധം പറ്റിയതായിരിക്കാം. പെട്ടെന്ന് തന്നെ ഉടനടി കല്യാണം നടത്തി കാണാം. കാരണം ഇങ്ങനെ ഒരു പെൺകുട്ടീന്റെ ഈ ഒരു സിറ്റുവേഷൻ പുറത്തിറങ്ങി കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് പ്രശ്നം ഉണ്ടാവും. കേസും കാര്യങ്ങളൊക്കെ ആകും. കാരണം 18 വയസ്സായിട്ടില്ല എന്ന് തോന്നുന്നു ആ സമയത്ത്. അങ്ങനെ എങ്ങാനാണ് ഇവർ ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. 18 വയസ്സാകാൻ വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. വലിയ രീതിയിൽ ഈ വിഷയത്തെ ഇങ്ങനെ വലിച്ച് കയറി കൊണ്ടുപോകുന്നുണ്ട്. നമുക്കറിയില്ല, സത്യസന്ധമായി പറഞ്ഞാൽ അറിയില്ല. എനിക്ക് പെട്ടെന്ന് ഇങ്ങനെ ഒരു പെൺകുട്ടീനെ പറ്റി ഇങ്ങനെ പറഞ്ഞ സമയത്തുള്ള ഒരു കൈൻഡ് ഓഫ് റിയാക്ഷനാണ്. ഇതിൻ്റെ സത്യാവസ്ഥ എന്താണെന്നുള്ളത് നമുക്കറിയില്ല. പക്ഷെ നിങ്ങൾ ആലോചിക്കണം, ഇപ്പോൾ അവരുടെ ജീവിതമൊക്കെ ഫ്രണ്ടോട്ട് നല്ല രീതിയിൽ പോവുകയാണ്. നല്ല രീതിയിൽ എന്ന് വെച്ചാൽ അവർ കല്യാണം കഴിച്ചു, നന്നായി ജീവിക്കുന്നു, വ്ളോഗും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് നല്ല രീതിയിൽ ജീവിതം മുമ്പോട്ട് പോകുക. അവരുടെ ലൈഫിൽ തന്നെ ഏറ്റവും വലിയൊരു കാര്യമാണ് നടന്നിട്ടുള്ളത്. അവർക്ക് നല്ലൊരു ബേബീനെ കിട്ടിയിരിക്കുകയാണ്. ഈ സമയം നിങ്ങൾ ഈ രീതിയിൽ അവരുടെ അടുത്ത് പെരുമാറുകയാണെങ്കിൽ അവർക്ക് എത്രത്തോളം ഹേർട്ടാവുമെന്ന് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? അവർക്ക് എത്രത്തോളം സങ്കടമാവും, എത്രത്തോളം നിങ്ങൾ അവരെ നാണം കെടുത്തി എന്നൊക്കെ നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? നിങ്ങളുടെ ഒരു പെർസെപ്ഷൻ അല്ലെ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യാം? അവർ ഇൻസ്റ്റഗ്രാമിൽ അവർക്ക് മെസ്സേജ് അയക്കാം, അല്ലെ അവരുടെ കോൺടാക്ട് നമ്പർ ഒപ്പിക്കാം, അല്ലെ അവരുടെ അനാഥാലയത്തിൽ പോകാം, അവരെ നേരിട്ട് കാണാം. ഞാൻ ഇങ്ങനെ ഇന്ന കാര്യങ്ങൾ എനിക്ക് ചോദിച്ചിരുന്നു, എന്താ നിങ്ങൾക്ക് പറയാനുള്ളത് എന്ന രീതിയിൽ അവരെയും കൂടി ഉൾക്കൊള്ളിച്ചുകൊണ്ടൊരു വീഡിയോ ചെയ്യുകയാണെങ്കിൽ ഇറ്റ് വിൽ ബി എ പെർഫെക്റ്റ് വീഡിയോ. പക്ഷേ ഇത് എനിക്കൊരിക്കലും സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ളൊരു കാര്യമല്ല. അങ്ങനെ മൈനർ ആയിട്ടുള്ള ഒരു പെൺകുട്ടിയാണ്. ആ സ്ഥാപനത്തിന്റെ നിലനിൽപ്പിന് തന്നെ പ്രശ്നം വരുന്ന ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ പോകുമായിരുന്നിരിക്കാം. അതുകൊണ്ട് ഒരു രീതിയിൽ അവർ കല്യാണം നടത്തിയതായിരിക്കാം. പിന്നെ സ്ഥാപനത്തിന്റെ നിലനിൽപ്പിന് വേണ്ടി ചെയ്തിട്ടുള്ളൊരു കാര്യമാണ് ഈ കല്യാണം എന്ന രീതിയിലൊക്കെ പറഞ്ഞു പോകുന്നുണ്ട്. ബാക്കി വേറെന്തോ അടിപൊളി സാധനം പറയാണ്ട കേട്ടോ. പിന്നെ വേറൊരു സംഭവം കൂടി ഉണ്ട്, ഞാൻ പറയാൻ വിട്ടൊരു പോയിന്റ് ആണ്. അതായത് നോർമലി ഉള്ള പ്രഗ്നന്റ് ആയി ആദ്യത്തെ 3-ാം മാസത്തിലാണ്, അതായത് 11-12 ആഴ്ചകളിലാണ്, 3-ാം മാസത്തിന്റെ അവസാനങ്ങളിലേക്കാണ് ആദ്യത്തെ സ്കാനിങ് ഉണ്ടാവുക. മറ്റേ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് പടമൊക്കെ ഇല്ലേ, നോർമലി അങ്ങനെയാണ് ഉണ്ടാകുക. അങ്ങനെ ഒരു പടം നമ്മുടെ അനാമികയ്ക്കും ഉണ്ട് കേട്ടോ. അതായത് സ്കാനിങ്ങിന്റെ ആ ഒരു 3D ഇമേജ് ഉണ്ടല്ലോ, 2D ഇമേജ് ബ്ലാക്ക് ആൻഡ് വൈറ്റിലുള്ള, അത് അനാമിക ഷെയർ ചെയ്തേക്കുന്നത് ജാനുവരി 1 ആണ്. 2025 ജാനുവരി 1-2 ജാനുവരി 1 ആണ് ഷെയർ ചെയ്തേക്കുന്നത്. അപ്പോ അന്ന് 3 മാസം തികഞ്ഞിട്ടുണ്ടെങ്കിൽ അനാമിക എപ്പോ പ്രഗ്നന്റ് ആയിരുന്നിരിക്കണം? സെപ്റ്റംബർ ലാസ്റ്റ് പ്രഗ്നന്റ് ആയിരുന്നിട്ടുണ്ടെങ്കിൽ മാത്രമേ ജാനുവരി. ഓക്കെ, ഈ ഒരു പോയിന്റ് വളരെ വാലിഡ് ആയിട്ടുള്ളൊരു പോയിന്റാണ്. വളരെ വാലിഡ് എന്ന് വെച്ചാൽ വളരെ വാലിഡ് ആയിട്ടുള്ള പോയിന്റാണ്. 100% ആൾ പറഞ്ഞ ഈ പോയിന്റിനോട് ഞാൻ യോജിക്കുന്നു. 3 മാസം കഴിയുമ്പോഴാണ് നമ്മളിങ്ങനെ ഒരു സ്കാനിങ് റിപ്പോർട്ട് ഷെയർ ചെയ്യുക. അതും ഇതും തമ്മിൽ ഒരു ഡേറ്റ് വ്യത്യാസമുണ്ട്. ആ രീതിയിൽ ഈ ടോപ്പിക്ക് പ്രസൻറ്റ് ചെയ്തിരുന്നെങ്കിൽ 100% ഒരു പെർഫെക്റ്റ് വീഡിയോ ആയേനെ. പക്ഷേ എനിക്കിതിൽ പറഞ്ഞ ചില പ്രയോഗങ്ങളോടുള്ള ഒരു താല്പര്യക്കുറവാണ് ഞാൻ ആദ്യം കൺവേ ചെയ്തിട്ടുള്ളത്. എനിക്ക് സത്യം പറയാം, എനിക്കത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ളൊരു സാധനമാണ്. എന്താണ്, കാണാൻ ഭംഗിയുള്ളൊരു കുട്ടി, എന്താണ് 2 മാസം ലീവിന് വന്ന സമയത്ത് അതാരും അറിയാൻ, ഓരോരുത്തരുടെ പേഴ്സ്പെക്റ്റീവാണ്. അങ്ങനെ ഇതൊരു വിഷയമായി, ഇതൊരു ചർച്ചയായതിനു ശേഷം അനാമികയുടെ വീട്ടിൽ പോയിട്ട് ഒരു ഇൻ്റർവ്യൂ എടുത്തിരുന്നു. അപ്പോൾ ഇവർ ഇതുമായി ബന്ധപ്പെട്ടിട്ട് പറയുന്ന കുറച്ച് കാര്യങ്ങളും കൂടെ നമുക്കൊന്ന് കേട്ടു നോക്കാം. ആ ചെറുക്കന് എന്തോ അബദ്ധം പറ്റിയതാണെന്ന് തോന്നുന്നു. 7 മാസം കഴിഞ്ഞേ ഉള്ളൂ, അതിനു മുമ്പേ തന്നെ ഡെലിവറി ഒക്കെ കഴിഞ്ഞു. പിന്നെ ഇതിന് പറയുന്നുണ്ട്, കല്യാണത്തിന് മുമ്പേ അമ്മ പറയുന്നുണ്ട് കൊച്ചിന് ഏജ് ആയില്ലായിരുന്നു, അത് കഴിഞ്ഞിട്ടാണ് കല്യാണം കഴിപ്പിച്ചെന്നൊക്കെ. അപ്പൊ അതിലെന്തെങ്കിലും എന്താ നിങ്ങൾക്ക് പറയാനുള്ളത്? ഞങ്ങക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ, ഞാൻ സ്ഥാപനത്തിൽ നിന്നൊരു കുട്ടിയാണ്. നമ്മളിപ്പം വീട്ടിൽ നിൽക്കുന്ന ഒരു കുട്ടിയാണെങ്കിൽ അവർ പറയുന്നതിൽ പിന്നെ സത്യാവസ്ഥയാണെന്ന് പറയും. ഇതിപ്പോൾ സ്ഥാപനത്തിൽ നിൽക്കുന്നതാ. സ്ഥാപനത്തിൽ എന്താ ഉത്തരവാദിത്തപ്പെട്ടവരെ ഏൽപ്പിച്ച് പിന്നെ എനിക്ക് പോകാൻ വേറെ എങ്ങടോ ഇല്ലാത്തതുകൊണ്ട് അമ്മ തിരഞ്ഞെടുത്ത് അങ്ങനെ വിവാഹം നടത്തി തന്നതാണ്. അപ്പം ഇങ്ങനെ പറയുന്നവര് പറയട്ടെ. ഞങ്ങൾ ഈ കമന്റ് കണ്ടായിരുന്നു. ഇത് കേട്ടപ്പോഴത്തേക്കും നമുക്ക് വിഷമം വന്നു. കാരണം ഇങ്ങനെയുള്ള കമന്റ്, അതും ഇത്രയും നാലാളറിയ ഞങ്ങളുടെ, എന്നാൽ പിന്നെ ഞങ്ങൾക്ക് ഈ ബ്ലോഗ് ഒന്നും ചെയ്യാതെയോ
അതെ. അത് കണ്ടപ്പോഴത്തേക്ക് ഞങ്ങൾക്ക് ആക്ച്വലി വിഷമം വന്നേ. ഈ പറഞ്ഞ് ഇവരങ്ങനെ വരെ പറഞ്ഞു തുടങ്ങുന്നത്. ഇവർ ഈ പറഞ്ഞ സാധനം മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഇപ്പം ഈ ഒരു ടൈമിൽ ഇങ്ങനെ ഒരു സാധനം പറയുമ്പം അവരനുഭവിക്കുന്ന വിഷമത്തെക്കുറിച്ച് മാത്രമാണ് ഞാൻ പറഞ്ഞത്. ആൻഡ് ഇതൊരു ചെറിയ അലിഗേഷൻ അല്ല, വലിയ രീതിയിലുള്ള അലിഗേഷനാണ് നിങ്ങൾ ഈ പെർട്ടിക്കുലർ വ്യക്തിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. ഇതാണ് ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത്. ആൻഡ് സെക്കൻഡ് തിങ് എന്ന് പറയുന്ന ആൾ പറഞ്ഞത് ഇതൊരു സ്ഥാപനമാണ്, സ്ഥാപനത്തിനുള്ളിൽ വെച്ചിട്ട് ഇങ്ങനത്തെ ഒക്കെ കാര്യങ്ങളൊക്കെ നടക്കുമോ, അവിടെ നമ്മളെ ടേക്ക് കെയർ ചെയ്യാൻ എത്ര ആൾക്കാരുണ്ട് എന്ന രീതിയിലൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്. അബദ്ധം ഇവരുടെ ഭാഗത്തുനിന്നുണ്ട്. നമ്മൾ ഈ വളകാപ്പ് എന്ന് പറയുന്ന ഒരു സാധനം നടത്താൻ ഉദ്ദേശിച്ചതല്ല. ഒരു ദിവസം രാവിലെ ഇവൻ വന്ന് പറഞ്ഞു, അമ്മ അനാമയെ പറഞ്ഞു വളകാപ്പ് നടത്തണം, അങ്ങനെ ഒരു ആഗ്രഹമുണ്ട് എന്ന് പറഞ്ഞു. സത്യത്തിൽ ഞങ്ങൾ ഡേറ്റോ മാസമോ ഒന്നും നോക്കിയില്ല. ഇങ്ങനൊരു പ്രശ്നം ഇതിൻ്റെ ഇടയ്ക്ക് ഉണ്ടാവും അറിയത്തില്ല. 5 മാസം അപ്പോഴത്തേന് കഴിഞ്ഞായിരുന്നല്ലോ. ഇത് നമ്മളത് ചിന്തിച്ചില്ല. ഇവളുടെ ആഗ്രഹം പറഞ്ഞു, നമ്മളതങ്ങ് ചെയ്തു. നമ്മളെ ഇപ്പം വീട്ടിൽ ഒരു ആഗ്രഹം പറയുമ്പോൾ നമ്മളത് ചെയ്യണമല്ലോ. എൻ്റെ അടുത്ത് വന്ന് പറയുമ്പോൾ ഇവള് വന്ന് പറഞ്ഞപ്പം ഞാൻ ഓർത്ത് അത് സത്യത്തിൽ പെണ്ണിൻ്റെ വീട്ടുകാരാണ് ചെയ്യുന്നത് അല്ലേ. പെണ്ണിൻ്റെ വീട്ടുകാർ വന്ന് ചെയ്ത് പെണ്ണിനെ വിളിച്ചുകൊണ്ട് പോകുന്ന ചടങ്ങാത്. ഇവളെ കൊണ്ടുപോകാൻ ആരുമില്ല. അപ്പം അങ്ങനെ ഒരു ആഗ്രഹം അവൻ പറഞ്ഞപ്പോഴത്തേന് അത് ഞങ്ങൾ നിന്ന് കൊടുത്തു. ഇവരോട് കൺവേ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ വളകാപ്പ് എന്നുള്ള ഫംഗ്ഷൻ ഇവർ കുറച്ച് നേരത്തെയാണ് നടത്തിയത്. അപ്പോൾ അതൊക്കെ കണ്ടിട്ടായിരിക്കും ഡൗട്ട് വന്നത് എന്ന രീതിയിലൊക്കെയാണ് പറയുന്നത്. ഇവരെ ഒരു കുട്ടിയുടെ ആഗ്രഹം സാധിച്ചു കൊടുത്തതാണ്, അതിനിപ്പോൾ എന്താ ഇത്ര വലിയ ഇഷ്യൂ? എന്തൊക്കെയാണെങ്കിലും അവർ കല്യാണം കഴിച്ചപ്പോൾ മര്യാദയ്ക്ക് ജീവിക്കുന്നുണ്ടല്ലോ, പിന്നെ ആരൊക്കെയാണ് ഇതിലിപ്പോൾ ഇത്ര വലിയ പ്രശ്നം എന്നാണ് മനസ്സിലാവാത്തത്. 5-ാം മാസം കഴിഞ്ഞായിരുന്നു. ഓക്കെ. അപ്പം പിന്നെ പറഞ്ഞിരിക്കുന്ന കമന്റ് ആണ് 7 മാസത്തിൽ തന്നെ ഡെലിവറി കഴിഞ്ഞോ, എന്താണ് അതിന്റെ പിറകില്, ചുമ്മാ കള്ളത്തരമാണ്, നിങ്ങൾ പറ്റിക്കായിരുന്നു സമൂഹത്തിനെ എന്നൊക്കെയാണ്. ഇവരെ പറ്റിച്ചിട്ട് നമുക്ക് എന്ത് കിട്ടാനേ? 8 മാസം കഴിഞ്ഞില്ലേ? 8 മാസം കഴിഞ്ഞു. ഇനി ഡേറ്റ് ഉണ്ടായിരുന്നു. ഇനി ഒരു മാസമല്ല, ഒരു 10-25 ദിവസം ഉണ്ടായിരുന്നില്ലേ? 10-25 ദിവസവും കൂടെ ഡേറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡോക്ടർ. അപ്പൊ ആ സമയത്ത് അതിന് മുന്നേ പറ്റിയത് എന്തോന്ന് വെച്ചാൽ ഇവള് ബാത്റൂമിൽ ഒന്ന് വീണ്. അവളോട് തന്നെ ചോദിക്കാം. ബാത്റൂമിൽ ഒന്ന് വീണപ്പം ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ഇച്ചിരി ബ്ലീഡിങ് ഉണ്ടായി. ഹോസ്പിറ്റലിൽ കൊണ്ട് ഞങ്ങളെല്ലാം അലറി വിളിച്ചാൽ പോയത്. ഇപ്പം എല്ലാം നമുക്ക് സമൂഹത്തിന്റെ മുന്നിൽ പറയാൻ പറ്റുമോ? ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കഴിഞ്ഞപ്പോഴത്തേന് അവര് പെട്ടെന്ന് പറഞ്ഞു ഇതേപോലെ കൊല്ലത്താ പോയത്. കൊല്ലത്ത് പോയപ്പോഴത്തേന് അവര് പറഞ്ഞു ഇത് കാണിക്കുന്ന ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ പറഞ്ഞു. പെട്ടെന്ന് വീണ് ബാത്റൂമിൽ വീണ് കഴിഞ്ഞപ്പോഴത്തേന് കുഞ്ഞിന് അനക്കമില്ല. അങ്ങനെ അവിടുത്തെ കൊല്ലത്തെ ഹോസ്പിറ്റലാണ് കൊണ്ടുപോയപ്പോൾ അവിടെ പറഞ്ഞു നിങ്ങൾ കാണിക്കുന്ന ഹോസ്പിറ്റലിൽ എത്രയും പെട്ടെന്ന് കൊണ്ടുപോകാൻ പറഞ്ഞു. അവിടുന്ന് വണ്ടി വളരെ സ്പീഡിലാണ് വന്നത് തന്നെ. ഞങ്ങൾ ഇവിടെ വന്ന് ഹോളി ക്രോസിൽ കൊണ്ട് കയറ്റി ആശുപത്രി കൊണ്ട് കയറ്റി കഴിഞ്ഞപ്പോഴത്തേന് അവർ പറഞ്ഞു അവിടെ അഡ്മിറ്റ് ആവാൻ പറഞ്ഞു. അതിന്റെ പിറ്റേന്ന് അതുകൊണ്ട് ഞങ്ങളെല്ലാം ആ ടെൻഷനായിരുന്നു ഞങ്ങൾക്കെല്ലാം. 3 ദിവസമായിരുന്നു ചേച്ചി. 3 ദിവസം അതേ ടെൻഷനായിരുന്നു. സർജറി കഴിഞ്ഞപ്പോഴത്തേനും സാധാരണ അമ്മയൊക്കെ പറയുന്ന പേഷ്യന്റിനെ കൊണ്ടുവരുമെന്നാണ്. ഇത് കൊണ്ടുവന്നില്ല. ഇവളെയും വേറെ റൂമിൽ കൊണ്ട് നിർത്തി കുഞ്ഞിനെയും ICUലായിട്ട് കയറ്റി. ലേബർ റൂമിൽ തന്നെ ഈ അഡ്മിറ്റ് ആവത്തില്ലേ സർജറി കഴിഞ്ഞ്, പിന്നെ ICUവിനകത്ത് കിടത്തുമായിരുന്നു. ഇവർ വളരെ വ്യക്തമായി നടന്നൊരു കാര്യം ഇതിൽ ഷെയർ ചെയ്തിട്ടുണ്ട്. ഇങ്ങനെയും നടക്കാം, ഇങ്ങനെയും നടക്കില്ല എന്ന് നമുക്ക് പറയാൻ പറ്റുമോ? പെട്ടെന്ന് ബാത്റൂമിൽ വീണു, അതിൻ്റെ കോംപ്ലിക്കേഷൻ്റെ ഭാഗമായിട്ട് ഹോസ്പിറ്റലിലെത്തി. ചിലപ്പോൾ ഓട്ടോമാറ്റിക്കലി ആ സമയം ഡോക്ടർ ചെയ്തതാണെങ്കിലും നമുക്ക് പറയാൻ പറ്റില്ല. ഞാനതൊക്കെ ആലോചിക്കുന്നത്. എന്തെങ്കിലുമൊക്കെ ഒരു വിഷയം വരുമ്പോൾ ആൾക്കാരുടെ ഒരു പെർസ്പെക്റ്റീവ് ഭയങ്കര വിയേർഡായിട്ട് ഇന്നത്തെ കാലത്ത് പോകുന്നുണ്ട്. ഒരാൾക്കും വിശ്വസിക്കാൻ പറ്റാത്ത രീതിയിലോ അല്ല ഒരാളും ചിന്തിക്കാത്ത രീതിയിലോ പോകുന്നുണ്ട്. പക്ഷെ അത് അവരുടെ പോയിന്റ് ഓഫ് വ്യൂ ആണ്. അവർക്ക് പറയുന്നതിനൊരു കുഴപ്പമില്ല. പക്ഷെ അവർ പറയുന്ന കാര്യത്തെക്കുറിച്ചിട്ട് എനിക്കും പറയാം. ഞാൻ പേഴ്സണലി ഉദ്ദേശിച്ചത് ചിലപ്പം ഈ ഷീ ടോക്സ് എന്ന് പറയുന്ന ലേഡി പറഞ്ഞ കാര്യം സത്യമായിരിക്കാം. ചിലപ്പം ഷീ ടോക്സ് ഈ അനാമിക വിഷ്ണു പറഞ്ഞ കാര്യം സത്യമായിരിക്കാം. രണ്ടിനും ചാൻസ് ഉണ്ട്. പക്ഷേ ഒരു നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ലൈഫ്, വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാണ്ട് നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്ന അവരുടെ ലൈഫിൽ വൺ ഓഫ് ദി ഹാപ്പിയസ്റ്റ് കാര്യം നടക്കുന്ന സമയത്ത് ഈ രീതിയിൽ ഒരു കാര്യം പോർട്രേറ്റ് ചെയ്തുകൊണ്ട് അവരെ സമൂഹത്തിൽ വളരെ മോശപ്പെട്ട ലേഡിയായിട്ടും ചെക്കനായിട്ടും അല്ലെങ്കിൽ അമ്മായിയമ്മയായിട്ടും ആ സ്ഥാപനം വളരെ ഇങ്ങനത്തെ ഓരോ പരിപാടി നടക്കുന്ന രീതിയിൽ അതിനെ സപ്പോർട്ട് ചെയ്ത രീതിയിൽ ഒരു ആക്ഷൻ അവർ ചെയ്തു എന്ന് പറയുന്നത് ശരിയായിട്ടുള്ള പ്രവൃത്തിയായിട്ട് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടില്ല. ഇതാണ് ഈ വീഡിയോ റിലേറ്റ് ചെയ്ത് എനിക്ക് പറയാനുള്ളത്. സോ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ടാറ്റാ ബൈ.